ജെഎൻയുവിന്റെ പോരാട്ട ഭൂമിയിൽ ഉദിച്ചുയർന്ന സീതാറാം യെച്ചൂരി അനുസ്മരിച്ച് ജെഎൻയു വിദ്യാർത്ഥി യൂണിയന്റെ ആദ്യകാല സാരഥികൾ. സീതാറാം യെച്ചൂരിയുടെ രാഷ്ട്രീയ പ്രവേശനവും അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിക്ക് മുന്നിൽ കുറ്റപത്രം വായിച്ചതുൾപ്പെടെയുള്ള ഓർമ്മകൾ പ്രകാശ് കാരാട്ട് പങ്കുവച്ചു. ജെഎൻയു വിദ്യാർത്ഥി യൂണിയന്റെ ആദ്യ പ്രസിഡന്റായിരുന്ന CPM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ടാണ് പ്രസ് ക്ലബ്ബ് ഓഫ് ഇന്ത്യയിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ യെച്ചൂരിയെക്കുറിച്ചുള്ള ഓർമ്മകൾ ആദ്യം പങ്കുവച്ചത്. ജെഎൻയു വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റായി മത്സരിച്ചപ്പോൾ സീതാറാം തനിക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങിയത് ഓർത്തെടുത്തായിരുന്നു പ്രകാശ് കാരാട്ടിന്റെ പ്രസംഗം. അതിലൂടെയായിരുന്നു സീതാറാം യെച്ചൂരി രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത്. അടിയന്തരാവസ്ഥക്കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളും ചാൻസലറായ ഇന്ദിരാഗാന്ധിക്കെതിരായ കുറ്റപത്രം അവരുടെ വീട്ടിൽ അവർക്ക് മുന്നിൽ നിന്നും അദ്ദേഹം വായിക്കുന്ന ചരിത്ര മുഹൂർത്തം ജനിച്ചതും പ്രകാശ് കാരാട്ട് പങ്കുവച്ചു. Everybody knows that photograph of him reading out the memorandum against the Chancellor Indira Gandhi, who then stepped down from being the Chancellor. But it took some time, but later Nag Chaudhary also quit. The Vice Chancellor also quit. പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒന്നാം മോദി സർക്കാരിന്റെ രണ്ടാം വാർഷികത്തിൽ ജെഎൻയുവിന് നേരെ കടന്നാക്രമണം ഉണ്ടായപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ സീതാറാം രംഗത്തെത്തിയത് ഉൾപ്പെടെ നിരവധി ഓർമ്മകളാണ് പ്രകാശ് കാരാട്ട് പങ്കുവച്ചത്. ജെഎൻയു യൂണിയൻ മുൻ പ്രസിഡന്റുമാരായ ഡി രഘുനന്ദൻ, ജഗദീശ്വർ ചതുർവേദി, രശ്മി ദൊരൈസ്വാമി, TK അരുൺ, നളിനി രഞ്ജൻ മൊഹന്തി, അമിത് സെൻ ഗുപ്ത, സുരജിത് മജുംദാർ തുടങ്ങിയവരും അവരുടെ പ്രിയ സഖാവിനെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചു. കൈരളി ന്യൂസ്, ദില്ലി.